ആ എൻ്റെ പേര് അൽഫോൺസ ജോൺ. ഞങ്ങൾ ഷൊർണൂർ ആശുപത്രിയിൽ ആദ്യമായിട്ട് കാണിക്കാൻ വന്നേക്കുക, ഡോക്ടറെ കാണിക്കാൻ വന്നേക്കുക. ഇവിടെ ആശുപത്രി കണ്ട അടിപൊളി ആശുപത്രിയാണ്. എന്തോ ഒരു വീട് റിസോർട്ട് മാതിരിയുണ്ട്. ആശുപത്രി ഉണ്ട്, കാണിച്ചു തരാം കേട്ടോ. റിസപ്ഷനിസ്റ്റ് ഇവിടെ, ഫാർമസിസ്റ്റ് ഇവിടെ, ഡോക്ടറിനോ ഈ ഡോക്ടറിനെ കാണാൻ പറഞ്ഞത്. എല്ലാ റൂമും അടച്ചു. മെഡിക്കൽ എക്സാമിൻ സെൻറ്റർ. ഞങ്ങൾ ഡോക്ടറിനൊക്കെ കണ്ട് ഷൊർണൂർ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തൊരു കടയിൽ കഴിക്കാം, ഹോട്ടലിൽ കഴിക്കാവുന്ന ഒരു ബേക്കറിയാണ്. ഫാനുണ്ടോ അവിടെ? നമ്മുടെ ബിരിയാണി വന്നിട്ടുണ്ട്. കഴിച്ചോട്ടെ കേട്ടോ. 2-3 പീസൊക്കെ ഉണ്ട്. നല്ലോണ്ടോ നോക്കാം. നല്ലോണ്ട്. ജിലേബി എടുത്തോ? ഇനി എന്നിട്ടാ ഈ ബിസ്ക്കറ്റിന്റെ പേരെന്തെന്നാ? ജീൻസ് ബിസ്ക്കറ്റ്. അതെ, കടയുടെ പേരെന്തെന്നാ? ഷൊർണൂര്. നല്ല കടയല്ലേ, കണ്ടിട്ട് നിറയെ സാധനങ്ങളുണ്ട്. എന്താ ഫ്രൂട്ട്സ് ഇല്ലാത്ത? മോളിലും നിങ്ങളുടെ തന്നെ? ഓക്കെ. ചേച്ചിയുടെ പേരെന്നാ? സുനിത. ഫുഡ് കഴിച്ചു, സ്വീറ്റ്സ് വാങ്ങി.
നമ്മൾ തൃശ്ശൂർക്ക് ബസ് കയറാൻ ഷൊർണൂർ ബസ് സ്റ്റാൻഡിലിരിക്കുകയാണ്. ആദ്യം ഒരു ബസ് വന്നു, അതിൽ ചേട്ടന് സ്ഥലമില്ല, എന്നാൽ ഞങ്ങൾ കയറിയില്ല. എല്ലായിടത്തും ഇന്ന് ഊത്രാളികാവ് പൂരത്ര, അത് കാരണം ഇന്ന് ബസ്സൊക്കെ കുറവാന്ന് പറയുന്നു. കിട്ടിയില്ലേ? അയ്യോ, മുള്ളൂർക്കരിക്ക് കുറച്ച് മുമ്പ് വഴി തിരിച്ചു കിട്ടും. അതായത് കാട്, ഫോറസ്റ്റ്, അങ്ങനെ ഒരു ഭാഗത്ത് കൂടെ റോഡ്. ഇനി വടക്കാഞ്ചേരിക്ക് കയറും. പോകുമ്പോൾ ഊത്രാളികാവ് പൂരം എടുക്കാൻ പറ്റില്ല. ഞാൻ വരുമ്പോൾ എടുക്കാൻ വിചാരിച്ചു. പോകുമ്പോൾ കണ്ടു പൂരം ആൾക്കാർ പോകുമ്പോൾ അതിലേ കടത്തി വിട്ടു. റിട്ടേൺ വരുമ്പോൾ അതിലേ കടത്തി വിട്ടേ. നമുക്ക് അവിടെ ഇറങ്ങാനാവുന്നില്ല. പോണ വഴിക്ക് അവിടെ ഇറങ്ങാനും പറ്റും. ഈ വഴിയൊന്നും ഇതുവരെ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ്. ഇങ്ങനെയും ഒരു വഴിയുണ്ട്. എന്തായാലും ഒരു ടൂർ പോയ പ്രതീതിയുണ്ട്. ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ കാണാം. ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ നല്ല അടിപൊളി ഒരു റോഡ്. ഭയങ്കര ട്രാഫിക്കാണ്. പോലീസുകാരും നിറയെ ഉണ്ട്. ഉള്ളവർക്കരേനെ തിരിച്ചു വിടാണ്ട്. അങ്ങനെ കയറി മെയിൻ റോഡിലേക്ക് വരുന്നില്ല. മെയിൻ റോഡിലേക്ക് എത്തിയിട്ടില്ല. വേറെ ഏത് റോഡാക്കി സ്ഥലമൊന്നും അറിയണില്ല. മെയിൻ റോഡുമായി തോന്നി. മെയിൻ റോഡ് എത്തിയിട്ടില്ല. എൻ്റെ നേരത്തെ ഇന്ന് പോയി വന്ന അറിയാണ്ട് വന്നത് ഉത്രാളിക്കാവ് പോയി. എത്ര നേരമായി നിറയെ ബസ്സിൽ കയറിയിട്ട്. എപ്പോൾ പോയാലും ട്രാഫിക്. ഇന്ന് വന്നത് തെറ്റായി പോയി. അടുത്ത് ഈ വീട്ടിൽ എന്തൊക്കെ അടുത്ത് വിടാത്ത തിരിച്ചു വിടാതെ. അങ്ങനെ ഓട്ടുപാറ സ്റ്റാൻഡിലേക്കാണ് എത്തിയത്. സ്റ്റാൻഡിൽ ഉത്രാളിക്കാവ് ഇതുവരെ പോകണം. അവിടെ നിന്ന് പിന്നെ നടന്നു പോകണം. ഉത്രാളിക്കാവ് പോകേണ്ടവരൊക്കെ ഇവിടെ ഇറങ്ങിക്കോ പറഞ്ഞു. മുള്ളൂർക്കരിക്ക് മുന്നേ തിരിഞ്ഞതാണ് ഒരു ഫോറസ്റ്റിലേക്ക്. അവിടെ നിന്ന് ഇപ്പോൾ കയറിയത് ഓട്ടുപാറ സ്റ്റാൻഡിലേക്ക്. ഇനി നമ്മുടെ റോഡ് നമ്മൾക്ക് ഇനി വടക്കാഞ്ചേരി ഇറങ്ങി അങ്ങോട്ട് പോയി. പാടത്തൊരമ്പലം. ഈ അമ്പലത്തിൽ ഒരു ഉത്രാളിക്കാവ് പൂരന്നുണ്ടായിരുന്നു. കത്തേറെ നല്ല സ്ഥലത്തും കൂടി ഇത്ര തിരക്കില്ല.
വെയിലുണ്ട്. റെയിൽവേ ട്രാക്ക് പോകേണ്ട നടുവ് കൂടെ. അതിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു അമ്പലം. അതിലാണ് ഇത്ര തിരക്ക്. എവിടെ നോക്കിയാലും ട്രാഫിക്. നമ്മുടെ ഇവിടുന്ന് തിരിഞ്ഞു നമ്മുടെ മെയിൻ റോഡിലേക്ക് എത്തി. എന്നാലും ട്രാഫിക്. അതാ പറഞ്ഞ ഇന്ന് വന്നത് തെറ്റായി പോയി. എന്താ പോവാണ്ട് നിൽക്കണേ? മുന്നിലുള്ള വണ്ടികൾ പോവാണ്ട് എങ്ങനെ പോകും? അവിടെ എന്തോ പൂരന്മാരും എന്തോ വരുന്നുണ്ട്. അതാണ് പൂരത്തിന് പോണല്ലേ നടന്നു പോവാ തോന്നുന്നുണ്ട്. വണ്ടി ഇടാത്ത കാരനെ ഇവിടുന്ന് നടന്നു പോകണം. പോകുന്നു എന്തോരം ദൂരാന്നറിയോ? ദൂരം നടന്നു പോകണ്ടേ? ഇത് പോയിട്ട വണ്ടി പോകണം. ആനയൊക്കെ വരുന്നുണ്ട്. ആന എന്തായാലും ഭാഗ്യമുണ്ടായി. പൂരം കണ്ടില്ലെങ്കിൽ ആനേനെ കാണാം. എന്നുള്ളിച്ചിട്ട് വരുന്നുണ്ട് ആന. ആന നല്ല ആന, നല്ല വലിപ്പമുള്ള ആന. നെറ്റിപ്പട്ടൊക്കെ വെച്ച ആന. കുറേ ആനകൾ കുറേ വനികളുണ്ട്. 3 ആന പോയി. എന്തായാലും ഇത് കാണാനുള്ള യോഗ ഉണ്ടായി. ഒമ്പതാണ്. ഓരോ ദേശത്തുനിന്നും അങ്ങനെ വരും. ഇത് ഞങ്ങളുടെ വടക്കാഞ്ചേരി ദേശത്തിൻ്റെ പോണത്. ഇങ്ങനെ ഒരേ ദേശത്തുനിന്ന് ആന വരും. പൂരം പോവുക. എന്താ ഇത്ര തിരക്കുണ്ടാവുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. എന്താ അതിശയമാ തോന്നുന്നത്. ചെറിയൊരു അമ്പലം, അത്ര വലിയ പൂരം. ആംബുലൻസ് 1 മണിക്കൂറിലധികമായി ഷൊർണൂരിന് ബസ് കയറി. ഞങ്ങളുടെ പന്തൽ പൂരത്തിൻ്റെ കാണാൻ പറ്റില്ല. ഇവിടൊക്കെ കടകൾ അടച്ചു.
വടക്കാഞ്ചേരി ആയിട്ടാ. അങ്ങനെ ഒരു വിധത്തിൽ ആശുപത്രിയിൽ പോക്ക് കഴിഞ്ഞു. ആശുപത്രിക്ക് പോയിട്ട് വന്നു. പിന്നെ കൂത്തറാളിക്കാവ് പൂരം പൂമ്പ് കണ്ടു. പൂമ്പ് ഞങ്ങളതിനെ നേരെ പോയി. കൂത്തറാളിക്കാവ് അമ്പലത്തിൻ്റെ മുമ്പ് പോയി. വരുമ്പോൾ മുള്ളൂർക്കരേന്ന് തിരിച്ചു വിട്ടു വണ്ടി. അത് കാരണം ഭയങ്കര ചുറ്റിൽ വയ്യാണ്ടായി വണ്ടിയിൽ. നിങ്ങൾക്ക് കാണാം, കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ബസ്സിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ പൂരപ്പലകാരം വാങ്ങണ്ട നമ്മൾക്ക്. അപ്പോൾ കുറച്ച് പൂരപ്പലകാരം വാങ്ങിയിട്ട് വന്നു. അവിടുന്ന് ബിരിയാണി കഴിച്ചു. ഇതൊക്കെ പൂരപ്പലകാരം. നമുക്ക് ബർഗർ ഉണ്ടാക്കാം. ബർഗർ ഇതൊക്കെ കുഴപ്പം. പൂരം പ്രമാണിച്ച് നമ്മൾക്കും വേണ്ട ആഘോഷം. പിന്നെ ചോക്കോ പിക്ക് ഇത് എന്നിട്ട് ഇത് കഴിച്ചോക്കാം നമുക്ക്. കേക്കാട്ടോ. ജിലേബി കഴിക്കാൻ തോന്നണം. ജിലേബി ബസ്സിൽ എന്നിട്ട് ജിലേബി കഴിക്കാൻ തോന്നുന്നു. എന്ത് ചെയ്യാം? ഇപ്പം ഇതൊക്കെയാണ് കേട്ടോ. ശരി, കഴിക്കേണ്ടത് ഓറഞ്ചാ. വെയിലത്ത് തോന്നിട്ട് ബിരിയാണി കഴിച്ചു ഉച്ചയ്ക്ക്. അതൊക്കെ ദഹിച്ചു. ഒരു പ്രയോജനമില്ല. അപ്പം ഇതൊക്കെയാണ് ഇന്ന് ആശുപത്രിക്ക് പോയ കാഴ്ചകൾ കേട്ടാ. വേറെ ഒന്നും അറിയാണ്ട് പോയതാട്ടാ. മൂത്രാളിക്കാവ് ഒന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. പൂരപ്പലകാരം വാങ്ങിയിട്ട് തളർന്ന അവശ്യ നിലയിലായി. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ മരുന്ന് മേടിക്കാൻ പോയ 3 മാസത്തേക്കുള്ള മരുന്ന് കിട്ടി. മരുന്ന് മേടിക്കാൻ പോയ വിശേഷങ്ങളും പൂരവിശേഷങ്ങളും. അപ്പോൾ ഓക്കെ ട്ടാ, ബായ്. ഈ വീഡിയോ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. വെറുതെ ഒന്ന് കാണിച്ചെന്ന് മാത്രം കേട്ടോ. വേറെ ഇതിലൊന്നും കണ്ടൻറ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടൻറ് ഒന്നുമില്ല. വെറുതെ പോയതും വന്നതും ട്രാവൽ വീഡിയോ എടുത്തു എന്ന് മാത്രം. അപ്പോൾ ഓക്കെ, എല്ലാവരും തമാശയായിട്ട് എടുത്ത് കണ്ട് കമൻ്റൊക്കെ ഇട്ടോളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ബായ്.